ഫെബ്രുവരി 2-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം തന്നെ യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ യൂണിയൻ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. കംപ്ലീറ്റ് ന്യൂസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ഏരിയയിലും ഈ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണുള്ളത്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് സെലക്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതാണുള്ളത്. അത് ആദ്യത്തേത് MSMEയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ്, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെയാണ് MSME എന്ന് വിളിക്കുന്നത്. ഈ ഒരു MSMEനെ മൈക്രോ സ്മോൾ മീഡിയം എന്നിങ്ങനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോംസ് റിവൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ MSME ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏകദേശം 5.7 കോടിയോളം MSME സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഓർത്ത് വെക്കുക. 5.7 കോടി MSME സ്ഥാപനങ്ങളുണ്ട്. ഇത് ഏകദേശം 7.5 കോടി ആൾക്കാർക്ക് 7.5 കോടി ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് തൊഴിൽ നൽകുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. നമ്മുടെ രാജ്യത്തിന്റെ മാനുഫാക്ചറിങ്ങിന്റെ 36% മാനുഫാക്ചറിങ് ഔട്ട്പുട്ടും MSMEയിൽ നിന്നാണ്. അതുപോലെ തന്നെ 45% എക്സ്പോർട്ടും, രാജ്യത്തിന്റെ മൊത്തം എക്സ്പോർട്ടിന്റെ 45% വരുന്നത് MSMEയിൽ നിന്നാണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു MSMEക്ക് ഗവൺമെന്റ് സപ്പോർട്ടും മറ്റുമൊക്കെ കിട്ടുന്നത് അവയുടെ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, കാരണം ചെറിയ എമൗണ്ട് ആണുള്ളത്. അപ്പോൾ അതിനെ റിവൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു കുറെ കാലമായിട്ടുള്ള ആവശ്യം. അപ്പോൾ ഇതിനെ റിവൈസ് ചെയ്തുകൊണ്ട് നിലവിലുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടിയിൽ താഴെ ഇൻവെസ്റ്റ്മെന്റ്, 5 കോടിയിൽ താഴെ ടേൺ ഓവർ എന്ന് വെച്ചാൽ മൊത്തം വരുമാനമാണ്. അതുപോലെ സ്മോളിലാണെങ്കിൽ 10 കോടി താഴെ ഇൻവെസ്റ്റ്മെന്റ്, ടേൺ ഓവർ 50 കോടിയിൽ താഴെ ആവണമെന്നാണ്. മീഡിയം ഇൻവെസ്റ്റ്മെന്റ് 20 കോടിയിൽ താഴെ, ടേൺ ഓവർ 100 കോടിയിൽ താഴെ. ഇതാണ് പഴയ സ്കീമായിട്ടുള്ളത്. ഇതിനെ റിവൈസ് ചെയ്യണം എന്നായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഏകദേശം 2.5 മടങ്ങ് മുതൽ 2 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മൈക്രോനെ അതായത് 2.5 കോടി ഇൻവെസ്റ്റ്മെന്റും 10 കോടിയിൽ താഴെ ടേൺ ഓവറും എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയത്ത് സ്മോൾ സ്കെയിലിനെ ആണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് 25 കോടിയിൽ താഴെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് 100 crore താഴെ എന്ന രീതിയിലേക്ക് വർദ്ധിപ്പിച്ചു. മീഡിയം സ്കെയിൽ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് 125 കോടി വരെ, അതുപോലെ തന്നെ ടേൺ ഓവർ 500 കോടി വരെ എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഈ ഒരു MSME ക്ലാസിഫിക്കേഷനിൽ വരാൻ പറ്റുകയും അവർക്കൊക്കെ ഗവൺമെന്റിന്റെ ബെനിഫിറ്റുകൾ കിട്ടുകയും ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീംസ് ഒക്കെയാണ് MSMEകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാങ്കിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ ലോണുകൾ കിട്ടുന്ന ഒരു സ്കീമാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി, കാരണം അവിടെ ഗവൺമെന്റ് ഗ്യാരണ്ടിയർ ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൈക്രോ സ്മോൾ എന്റർപ്രൈസസിനാണ് സാധാരണ കൊടുക്കുന്നത്. നിലവിലെ ഈ ഒരു 50 കോടി വരെയൊക്കെ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ കിട്ടുകയുള്ളെങ്കിൽ ഇനി അത് 100 കോടി വരെ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏകദേശം 1.5 ലക്ഷം കോടിയോളം അഡീഷണൽ ക്രെഡിറ്റ് അടുത്ത 5 വർഷത്തിനുള്ളിൽ നൽകും എന്നാണ് കരുതുന്നിട്ടുള്ളത്. അതായത് 20 കോടി വരെയുള്ള ടേം ലോണുകൾ കിട്ടും എന്നുള്ളതാണ്. കൂടാതെ കസ്റ്റമൈസ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ 5 ലക്ഷം വരെ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡുകളും ഈ ഒരു ഉദ്യം പോർട്ടൽ എന്ന് വെച്ചാൽ MSMEകൾ രജിസ്റ്റർ ചെയ്യുന്ന പോർട്ടലാണ്. ഈ ഒരു ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൈക്രോ യൂണിറ്റുകൾക്ക് നൽകുന്നതിനെ കുറിച്ചും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ജലജീവൻ മിഷൻ അത് 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതിന്റെ ഔട്ട്ലേ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഈ ജലജീവൻ മിഷൻ എന്താണ് ഇതിന്റെ ഔട്ട്ലേ വർദ്ധിപ്പിക്കാൻ കാരണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ റൂറൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ടാപ്പ് വാട്ടർ എല്ലാ വീടുകളിലും ടാപ്പ് വാട്ടർ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ 2024 കൂടി ടാപ്പ് വാട്ടർ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ജലജീവൻ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത്, ഒരു 4 വർഷത്തേക്ക് കൂടി എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു ജലജീവൻ മിഷൻ എന്ന് വെച്ചാൽ റൂറൽ മേഖലയിലേക്ക് പൈപ്പ്ഡ് ആയിട്ടുള്ള വെള്ളം, കുടിവെള്ളം വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ 2024 കംപ്ലീറ്റ് ചെയ്യും എന്നായിരുന്നു പ്രോമിസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മിഷൻ ഇപ്പോൾ 2028 എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ഒരു 4 വർഷത്തെ ഡിലേ ഉണ്ട്. അതായത് ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ 4 വർഷം കൂടി വേണ്ടി വരുമെന്ന് വെച്ചാൽ ഓൾറെഡി
4 വർഷത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഏകദേശം 80% ഹൗസ് ഹോൾഡുകളിലേക്കും ഈ ഒരു പൈപ്പ്ഡ് വാട്ടർ കണക്ഷൻ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 80% വീടുകളിലേക്കും നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റില്ല. 20% വീടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് 4 വർഷം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. കാരണം 2019 തുടങ്ങി 2019 to 24 5 വർഷം കൊണ്ട് 80% അച്ചീവ് ചെയ്തു. പക്ഷെ അടുത്ത 20% അച്ചീവ് ചെയ്യാൻ ഇനിയും 4 വർഷം വേണം എന്നാണ് മന്ത്രി പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് മിഷന്റെ ഇനീഷ്യൽ സക്സസിനെ കാണിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്. അതേസമയത്ത് ലോ ഹാങ്ങിങ് ഫ്രൂട്ട് അപ്രോച്ച് എന്ന ഒരു മെത്തേഡിനെ ഗവൺമെന്റ് സ്വീകരിച്ച ലോ ഹാങ്ങിങ് ഫ്രൂട്ട് അപ്രോച്ച് എന്ന് പറയുന്ന മെത്തേഡിനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. എന്താ ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മരത്തിലെ മാങ്ങ പറിക്കാൻ വേണ്ടി പോയി എന്ന് വിചാരിച്ചു. അപ്പൊ മാങ്ങ പറിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന നിങ്ങളുടെ കൈകൊണ്ടൊക്കെ പറിക്കാൻ പറ്റുന്ന മാങ്ങയായിരിക്കും നിങ്ങൾ ആദ്യം പറിക്കുക അല്ലെ. അതായത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആദ്യം ചെയ്യും, ടഫ് ആയിട്ടുള്ളതിനെ അവിടെ ബാക്കി വെക്കും. സെയിം അപ്രോച്ച് തന്നെയാണ്. അപ്പൊ ഈ ഒരു മിഷന്റെ ഇനീഷ്യൽ ഫേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിലവിൽ ഓൾറെഡി പൈപ്പ്ഡ് കണക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ് വളരെ വേഗത്തിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കിയത്. അതുവഴി ആദ്യം ഇനീഷ്യൽ കവറേജ് വളരെ വേഗത്തിൽ ഗെയിൻ കിട്ടി. എന്നാൽ ഏകദേശം ഒരു 50% ഏരിയ ഒക്കെ കവർ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റ് ഒക്കെ ഉള്ള ഏരിയ ഒക്കെ പോയി. അതിനുശേഷം വളരെയധികം എഫേർട്ട് ആവശ്യമുള്ള, വളരെയധികം റിസോഴ്സ് ആവശ്യമുള്ള, കാര്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ പ്രൊജക്റ്റ് സ്ലോ ആയി. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പുതുതായിട്ട് പൈപ്പ് വാട്ടർ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ സമയം എടുക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ 2019 ഓരോ വ്യക്തിക്കും ഒരു ദിവസം 55 ലിറ്റർ വെള്ളം റൂറൽ ഹൗസ് ഹോൾഡിൽ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് 2024 നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ജൽ ജീവൻ മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ജൽ ആന്തോളൻ ഫോർ വാട്ടർ എന്ന പേരിലാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കൂടി ഓർത്തുക. എല്ലാ ആൾക്കാരുടെയും പ്രയോറിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിലാണ് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീടുകളിലേക്കും എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി ഉള്ള എക്സിസ്റ്റിംഗ് വാട്ടർ സപ്ലൈ സിസ്റ്റത്തെ പ്രൊവൈഡ് ചെയ്യുക, ആ വീട്ടിലേക്ക് കൃത്യമായിട്ട് വെള്ളം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വാട്ടറിന്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യുക, വാട്ടർ കണക്ഷൻസ് ഉറപ്പുവരുത്തുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറിന് വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം അത് കൺസേർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, സോഴ്സസുകളെ ഓഗ്മെന്റ് ചെയ്യുക, സോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സിസ്റ്റത്തെയും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മോശപ്പെട്ട വെള്ളത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഒരു നമ്മുടെ രാജ്യത്തുള്ള കുടിവെള്ളവുമായി ബന്ധപ്പെട്ട അതിന്റെ ഡിമാൻഡ്, അതുപോലെ തന്നെ സപ്ലൈ സൈഡ് മാനേജ്മെന്റ് ലോക്കൽ ലെവലിൽ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ജൽജീവൻ മിഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഈ ഒരു ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതായത് വാട്ടർ ടാങ്കുകൾ, പൈപ്പിംഗ് കണക്ഷൻസ്, പമ്പിംഗ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ മഴവെള്ള സംഭരണത്തിനുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന് പ്രൊമോഷൻ നടക്കുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് ഭൂഗർഭജലത്തെ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറിനെ റീയൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഈ ഒരു ജൽജീവൻ മിഷൻ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ആണ്. കാരണം ഇത് ഗവൺമെന്റ് മാത്രം ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിറ്റിയുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻസ് എത്തിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെയും ഈ ഒരു മിഷന്റെ ഭാഗമാക്കി മാറ്റിയാണ് ഈ ഒരു മിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നതായിട്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലേക്കും വിമാന സർവീസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉഡാൻ സ്കീം എന്ന് പറയുന്നതായിട്ടുള്ളത്. അതിനെ മോഡിഫൈ ചെയ്ത് 120ലധികം പുതിയ ഡെസ്റ്റിനേഷൻസ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. നിലവിൽ 88 എയർപോർട്ടുകളുമായിട്ടും 619ഓളം റൂട്ടുകളുമായിട്ട് കണക്റ്റഡ് ഉള്ള ഒരു സ്കീമാണ് ഉഡാൻ സ്കീം എന്ന് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു സ്കീം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഒരു ബജറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ രാജ്യത്തെ റീജിയണൽ എയർ കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 2017 10 വർഷത്തേക്ക് വേണ്ടിയിട്ട് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് 10 വർഷത്തേക്ക് സപ്പോർട്ട് നൽകുന്നു പറഞ്ഞു. അപ്പോൾ 2027 വരെ സപ്പോർട്ട് കിട്ടും. ഇത് അടുത്ത 10 വർഷത്തേക്ക് കൂടി സപ്പോർട്ട് നൽകും എന്നാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എയർപോർട്ടുകളിലുള്ള അവരുടത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക, അവിടുത്തെ വെയർ ഹൗസുകൾ, കാർഗോനെ ഹാൻഡിൽ ചെയ്യാനുള്ള വെയർ ഹൗസ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള വെയർ ഹൗസ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ പെരിഷബിൾ ആയിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസുകൾ
അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസുകളെയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ എയർപോർട്ടുകളുടെ ഡെവലപ്മെന്റും റീജിയണൽ കണക്റ്റീവ് എൻഹാൻസ്മെന്റും ആണ് പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ളത്. ഇപ്പോൾ 2016 നാഷണൽ സിവിൽ ഏവിയേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ എയർ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓർത്തു വെക്കുക, നമ്മുടെ രാജ്യത്തെ റിമോട്ട് ആയിട്ടുള്ള റീജിയണൽ ആയിട്ടുള്ള ഏരിയാസിലേക്കും എയർ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശമായിട്ടുള്ളത്. ഈ ഒരു റിമോട്ട് ഏരിയാസുകളുടെ ഡെവലപ്മെന്റും അവിടുത്തെ ട്രേഡിനെയും കൊമേഴ്സിനെയും ഒക്കെ എൻഹാൻസ് ചെയ്യാനും അവിടുത്തെ ടൂറിസം ഒക്കെ എൻഹാൻസ് ചെയ്യാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും എയർ ട്രാവൽ ആക്സസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. കൂടാതെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഏവിയേഷൻ സെക്ടറിൽ ക്രിയേറ്റ് ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഈ ഒരു ഉഡാൻ സ്കീമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഉഡാൻ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള വിമാനങ്ങളിൽ അതിൽ 50% സീറ്റുകളിൽ റേറ്റ് ഫിക്സഡ് ആണ്. മാക്സിമം ഒരു മണിക്കൂറിന് 2500 രൂപ എന്ന രീതിയിൽ മാത്രമേ ക്യാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഫൈനാൻഷ്യൽ സ്റ്റിമുലസ് ലഭിക്കുന്നുണ്ട് എയർപോർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ ഒരു റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു വിമാന കമ്പനികൾക്ക് നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ ആ നഷ്ടം അതിനെയാണ് വയബിലിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു നഷ്ടത്തെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനും എക്സ്പെക്ടഡ് റവന്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വയബിലിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എയർലൈനുകളെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കുകയാണ്. അതുപോലെ തന്നെ റീജിയണൽ കണക്ടിവിറ്റി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഈ ഒരു വയബിലിറ്റി ഗ്യാപ്പിനെ ഫണ്ട് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളും പാർട്ട്ണർ ആണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതന്നെ. ഇതിൽ ഐയുടീസോ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് NER എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ 10% മാത്രമാണെങ്കിലും സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഈ നോർമൽ ജനറൽ സ്റ്റേറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻ 20% എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. ഈ ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള ഓവറോൾ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ഈ എഡിറ്റോറിയൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിനെ 2025-26 യൂണിയൻ ബഡ്ജറ്റിനെ പ്രധാനമായിട്ടും ആ ഒരു എക്കണോമിക് ചാലഞ്ചസും അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചാലഞ്ചസ് പറയുന്നത് വെച്ചാൽ ഡൊമസ്റ്റിക് ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ രാജ്യത്തെ ഡൊമസ്റ്റിക് കൺസംഷൻ കുറയുന്നുണ്ട്, അതായത് ഡൊമസ്റ്റിക് ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിൽ കൺസംഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറഞ്ഞു വരുന്ന കൺസംഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഇൻകം ടാക്സിൽ ബ്രേക്ക് നൽകിക്കൊണ്ട്, അതായത് ഇൻകം ടാക്സിൽ ബ്രേക്ക് നൽകിക്കൊണ്ട് ഇൻകം ടാക്സ് കുറച്ചുകൊണ്ട്, അതായത് പേഴ്സണൽ ഇൻകം ടാക്സ് കുറച്ചുകൊണ്ട് അതുവഴി ആൾക്കാരുടെ കയ്യിലേക്ക് ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിപ്പിക്കുക, ആൾക്കാരുടെ കയ്യിലുള്ള പൈസ വർദ്ധിപ്പിക്കുക, അതുവഴി ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു വരുന്ന ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് സെക്ടറിനെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളെ ഗവൺമെന്റ് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ടാക്സ് ബ്രേക്കുകൾ നൽകുന്നുണ്ട്, ടാക്സ് കുറച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ടാക്സ് കുറച്ചു കൊടുക്കുന്ന വഴി അവർ കൂടുതൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം പ്രൈവറ്റ് കമ്പനികൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വില്ലിങ് ആവുന്നില്ല എന്നതാണ്. മറ്റൊന്ന്, ഗവൺമെന്റ് MSMEനെയും മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ആൾക്കാരുടെ ഇൻകം ടാക്സ് കുറച്ചുകൊണ്ടും ഒക്കെ നമ്മുടെ ഡിമാൻഡിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരുടെ വേജ് ഗ്രോത്തിനെ ഫോസ്റ്റർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തുക. അതേസമയത്ത് വളരെ കോഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കാരണം ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത് എല്ലാം പ്രൊജക്റ്റഡ് റവന്യൂ ആണ്. ഇത്ര വരുമാനം കിട്ടും എന്ന് പറയാണ്. അതുപോലെ പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരും എന്ന രീതിയിലൊക്കെ പറയാണ്. അതല്ലാതെ ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമായിട്ടുള്ള ഒരു എഫേർട്ട് ബഡ്ജറ്റിൽ വന്നിട്ടില്ല എന്നുകൂടി ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് എടുത്തുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതും ഇൻകം ടാക്സിന്റെ ബ്രാക്കറ്റിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഇത് മിഡിൽ ക്ലാസ് കാറ്റഗറിക്ക് വലിയൊരു റിലീഫായിട്ട് മാറും എന്നുള്ളതാണ്. നിലവിൽ 5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നിലവിൽ അത് റിബേറ്റുകളൊക്കെ പ്രഖ്യാപിച്ച് 12 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ മാത്രം ഇൻകം ടാക്സ് നൽകിയാൽ മതി എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആൾക്കാരുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം, കാരണം ടാക്സ് കൊടുക്കുന്ന ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തിന്റെ ഏകദേശം 10% ഓൺ ആൻ ആവറേജ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും മിനിമം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം സാലറി ഉള്ള ഒരാള് ആദ്യത്തെ 5 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണ്ട, അടുത്ത 5 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണം. അതായത് അദ്ദേഹം ഏകദേശം 50,000 രൂപ
ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു 50,000 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് വർദ്ധിക്കും. കാരണം അയാളുടെ കയ്യിൽ ഈ ടാക്സ് കൊടുക്കണ്ട, അതുകൊണ്ട് തന്നെ 50,000 രൂപ ഉണ്ടാവും. ഇത് അദ്ദേഹം ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് വർദ്ധിക്കും. അതുവഴി കൺസംഷനെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഫിസിക്കൽ കൺസോളിഡേഷൻ, ഫിസിക്കൽ ഡെഫിസിറ്റിന് മേലെ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടമെടുക്കുന്ന പൈസയാണ്. അത് GDP-യുടെ 4.8% 2024-25 അത് 25-26 കുറച്ചുകൊണ്ട് 4.4% GDP-യുടെ 4.4% കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി 3% എത്തിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ടാർഗറ്റ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇത് ചെലവ് കുറക്കും എന്ന് പറയുന്നത്, കടം എടുക്കുന്നത് കുറക്കും എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ്ങിനെ കോഷ്യസ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ള രീതിയിലാണ്, ഹയർ ടാക്സ് കളക്ഷൻ ഉണ്ടാവും എന്നാണ് ഗവൺമെന്റ് പ്രൊജക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ബെറ്റർ ആയിട്ടുള്ള ടാക്സ് കോംപ്ലൈൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടാക്സ് കളക്ഷൻ ബെറ്റർ ചെയ്യും എന്ന് പറയുന്നത്. സ്റ്റിൽ കോർപ്പറേറ്റ് ടാക്സ് ഇൻസെന്റീവ്സ് നൽകുന്നുണ്ട്. കോർപ്പറേറ്റ് സെക്ടറിനെ കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടി എൻഗേജ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എൻകറേജ് ചെയ്യാനാണ് ഇത് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻസെന്റീവ്സിന്, പ്രത്യേകിച്ചും കോർപ്പറേറ്റ് സെക്ടറിന് നൽകുന്ന ഇൻസെന്റീവ്സിൽ നിന്നും ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഫേസിംഗ് ഔട്ട് ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു കോർപ്പറേറ്റ് സെക്ടറിന് ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻസെന്റീവ്സ് നൽകിയിട്ടും അവർ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, കിട്ടുന്ന പൈസ തിരിച്ച് ഇന്ത്യൻ എക്കണോമിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ, അലോക്കേഷനിൽ വലിയ കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുവാണെങ്കിൽ പോലും പാൻഡമിക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷൻ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ റെയിൽവേക്കുള്ള സപ്പോർട്ട് വളരെ സ്റ്റാഗ്നന്റ് ആണ്, കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ഒരുപാട് ആക്സിഡന്റ്സ് ഒക്കെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് റെയിൽവേയിൽ നടക്കുന്നുണ്ട്. അതിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ MSMEസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സ്കീംസ്, MSMEയുടെ ക്രെഡിറ്റ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ MSMEയുടെ ആ ഒരു കാറ്റഗറൈസേഷനെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും MSMEയുടെ ഗ്രോത്തിനും അത് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി സഹായിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടും, കൂടാതെ ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ട്, ഇലക്ട്രിക് വെഹിക്കിളിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും, ബാറ്ററി ടെക്നോളജി സെക്ടേഴ്സിന് വേണ്ടിയിട്ടും, എനർജി സെക്ടറിന് വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലീൻ എനർജി എന്ന് പറയുന്ന മേഖലയിൽ കാര്യമായിട്ടുള്ള വർധന നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് റൂറൽ മേഖലയിൽ ഗ്രാമപ്രദേശങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും പൈസ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമാണ് MG നഗരേഖ അല്ലെങ്കിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള സ്കീം അലോക്കേഷൻ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ MG നരേഗ എന്ന് പറയുന്നത് ആൾക്കാരുടെ റൂറൽ മേഖലയിലെ ആൾക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും റൂറൽ മേഖലയിലെ കൺസംഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ കുറച്ചു എന്നുള്ളത് എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ ഉണ്ടാക്കുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഗിഗ് വർക്കേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഇസ്രാം രജിസ്ട്രേഷൻ പോർട്ടൽ വഴി ഐഡന്റിറ്റി കാർഡുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിലായിട്ട് ഇൻഷുറൻസ് സ്കീം നൽകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. കൂടാതെ സ്കില്ലിങ്ങിന് വേണ്ടിയിട്ടും എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടും ബഡ്ജറ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ്സ് നടത്തേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിൾ ഇതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസിലൂടെ നോക്കുമ്പോൾ ആർട്ടിക്കിൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാണ് പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ പ്രൊജക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറെ പൈസ ചെലവഴിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ പ്രൊജക്ഷൻസ് ബേസ്ഡ് ആണ്. അതായത് ടാക്സ് റവന്യൂ കൂടും, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടും എന്നുള്ള കുറെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ കൃത്യമായിട്ടുള്ള ഇത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് മെഷേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വേണം എന്നാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് കുറച്ചുകൂടി അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരേണ്ടതായിട്ട്, കോർപ്പറേറ്റ് ടാക്സ് ഇൻസെന്റീവ്സ് കുറക്കുക, അതുവഴി വരുമാനം വർദ്ധിപ്പിക്കും, അതുപോലെ MG നരേഗക്ക് സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിട്ടുള്ളത്. ഈവൻ ഡിമാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും, ഈ ഒരു ടാക്സ് ബ്രേക്ക് ആണ് കൊടുത്തിട്ടുള്ള എഫേർട്ട്, ടാക്സ് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ബഡ്ജറ്റിൽ നൽകുന്നില്ല. അതേപോലെ തന്നെ MG നരേഗക്കുള്ള അലോക്കേഷൻ കുറച്ചത് അത് റൂറൽ എക്കണോമിയെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേർക്ക് തൊഴിലും ഒക്കെ ലൈവ്ലിഹുഡും ഒക്കെ കിട്ടുന്നത് ഈ ഒരു MG നരേഗ വഴിയാണ്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയാണ്. അതിന്റെ അലോക്കേഷൻ കുറച്ചത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള കൺസേണും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ
പുതിയൊരു സ്കീം ഇന്ത്യയുടെ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ് അതായത് ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളെ നമുക്കറിയാം പഴയ പുരാതന കാലഘട്ടത്തെ രേഖകളാണിവ. അപ്പോൾ ഇതിനെ സർവേ ചെയ്യുന്നതിന് വേണ്ടി ഡോക്യുമെന്റ് ചെയ്യുന്നതിന് കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സ്കീം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പഴയ പുരാതന കാലത്തുള്ള മാനുസ്ക്രിപ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഇതിനെ സർവേ ചെയ്യുന്നതിന് വേണ്ടിയും അതിനെ ഡോക്യുമെന്റ് ചെയ്യാനും അതിനെ കൺസർവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാൻ ഭാരതം മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 1 കോടിയിലധികം മാനുസ്ക്രിപ്റ്റുകൾ ഉണ്ട് എന്നാണ് കരുതുന്നത്. പലതും പല അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലാണുള്ളത്, മ്യൂസിയംസിലും ലൈബ്രറീസിലും, ചിലത് പ്രൈവറ്റ് കളക്ടേഴ്സിന്റെ കയ്യിലുമുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മാനുസ്ക്രിപ്റ്റുകളെ എല്ലാം തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഡിസ്പേഴ്സ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകളെ എല്ലാം തന്നെ കൃത്യമായിട്ട് സർവേ ചെയ്യുകയും അതിനെ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് അതിനെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർച്ചീവ് ഉണ്ടാക്കും, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുക എന്നതിലുപരിയായിട്ട് അതിന്റെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 60 കോടി രൂപയാണ് ഈ ഒരു ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഗ്യാൻ ഭാരതം മിഷൻ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിഷനോടുള്ള ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റിനെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു 2003 തന്നെ ഈ ഒരു സ്കീംസിന്റെ ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് കാര്യമായിട്ടുള്ള ഫണ്ടിങ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ റിവൈവ് ചെയ്യാനും റീലോഞ്ച് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് അലോക്കേഷൻ നടന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഒരു ഓട്ടോണമസ് ബോഡി ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ഓട്ടോണമസ് ബോഡി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ബോഡി ഈ ഒരു മാനുസ്ക്രിപ്റ്റുകളെ മാനേജ് ചെയ്യും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടി ഈ ഒരു മേഖലയിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരുന്നതിനും കുറച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് കൊണ്ടുവരുന്നതിനും ഒക്കെ ഇത് സഹായിക്കും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നിലവിലെ ഈ ഒരു നാഷണൽ മാനുസ്ക്രിപ്റ്റ് മിഷൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് അവരാണ് NMM ചെയ്തു വരുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അതിന് പകരമായിട്ട് ഒരു ഓട്ടോണമസ് ബോഡിയെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇനി ബഡ്ജറ്റുകൾ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് കുറച്ചുള്ള ഒരു ഗ്യാപ്പാണ്. നമുക്ക് കുറച്ച് സയന്റിഫിക് ആർട്ടിക്കിൾ ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ എവിടെയുള്ള മൈക്രോ ഓർഗാനിസംസ് അവർ അറ്റ്മോസ്ഫിയറിനെ ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ മോണോക്സൈഡിനെ നീക്കം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു മൈക്രോബ്സ്, എന്താണ് അവയുടെ റോള് എന്നുള്ളത്. ഈ ഒരു റിസർച്ചിലാണ് മൈക്രോബ്സ് എന്ന് വിളിക്കാം, അവ അന്തരീക്ഷത്തിലെ കാർബൺ മോണോക്സൈഡിനെ നീക്കം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ നമ്മൾ തീ കത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന അതാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്, കളർലെസ് ആയിട്ടുള്ള, ഓർഡർലെസ് ഉള്ള, സ്മെൽലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇത് എയർ പൊല്യൂഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു എയർ പൊല്യൂട്ടന്റ് ആണ്. നമ്മൾക്ക് ഒരുപാട് പ്രത്യേകിച്ചും അനീമിയ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് ഈ ഒരു കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ കത്തിക്കുമ്പോഴും അല്ലെങ്കിൽ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കത്തിക്കുമ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ല എങ്കിൽ കാർബൺ മോണോക്സൈഡ് രൂപപ്പെടും എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കാർബൺ മോണോക്സൈഡ് എൻവയോൺമെന്റിന് വളരെയധികം detrimental ആണ്, ഹ്യൂമൻ ഹെൽത്തിനും വളരെയധികം മോശം ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ്സിനെ മൈക്രോ ഓർഗാനിസംസ് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൈക്രോ ഓർഗാനിസംസിനെ ലാർജ് എമൗണ്ട് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അത് അന്തരീക്ഷത്തിലെ കാർബൺ മോണോക്സൈഡിന്റെ അളവിനെ കുറക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നാച്ചുറൽ ഒരു മെക്കാനിസം ആണ് കാർബൺ മോണോക്സൈഡ് റിമൂവൽ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാർബൺ മോണോക്സൈഡ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എൻസൈം ഈ ഒരു മൈക്രോബ്സിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇവ ഈ ഒരു കാർബൺ മോണോക്സൈഡിൽ നിന്നും എനർജി എക്സ്ട്രാക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻസൈം എന്ന് വെച്ചാൽ ഈ ഒരു കാർബൺ മോണോക്സൈഡ് ഉള്ള എൻവയോൺമെന്റുകളിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിന് വളരെ എസെൻഷ്യൽ ആണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് മൈക്രോ ഓർഗാനിസംസ് കാർബൺ മോണോക്സൈഡിനെ ആഗിരണം ചെയ്യുന്നു എന്ന് മാത്രമല്ല അവയുടെ ഒരു എനർജി സോഴ്സ് ആയിട്ട് കൂടി കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഈ ഒരു ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന, അതായത് ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എൻവയോൺമെന്റ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടത് തന്നെ. അടുത്തൊരു വാർത്ത ബോർഡർ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഫെൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിഷയം? നേരത്തെ ഫെൻസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ബോർഡർ ഫെൻസിങ് എന്ന് വെച്ചാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികളിൽ നമ്മൾ എന്ത് ചെയ്യാണ്,
നമ്മൾ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ദാറ്റ് നമുക്ക് ആ കൃത്യമായിട്ടുള്ള ബൗണ്ടറിയെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതായത് മതിൽ കെട്ടാൻ വേണ്ടി പോവാണ്, പക്ഷെ അത് മെറ്റാലിക് ഫെൻസിങ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ചില ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ചില വിസമ്മതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഈ ഒരു ബോർഡർ ഫെൻസിങ്, എന്താണ് ഇത് ഇഷ്യൂ എന്ന് നോക്കാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബോർഡർ എന്ന് വെച്ചാൽ ഏകദേശം 4096 കിലോമീറ്റർ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഇന്ത്യ കീപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും ലോങ്സ്റ്റ് ബോർഡർ ബംഗ്ലാദേശുമായിട്ടാണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ ഈ 5 സംസ്ഥാനങ്ങളുമായിട്ട് ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബോർഡർ ഗാർഡിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, BSF ആണ്. 6 ഫ്രണ്ടിയേഴ്സ് ആയിട്ട് ഈ ഒരു ബോർഡറിനെ അവർ സെക്യൂർ ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുന്നത്. ഇതിൽ തന്നെ 78% ബോർഡറും ഓൾറെഡി ഫെൻസ്ഡ് ആണ്, 3196 കിലോമീറ്റേഴ്സോളം. പക്ഷേ ഫെൻസിങ് എന്ന് വെച്ചാൽ അൺഈവൻ ആണെന്ന് ഓർത്ത് വെക്കുക. ചില സ്ഥലങ്ങളിൽ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 80% ഫെൻസിങ് ചെയ്ത ഏരിയാസ് ഉണ്ട്, ചില സ്ഥലങ്ങളിൽ 50% ഫെൻസിങ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഫെൻസിങ്, ചില സ്ഥലത്ത് കുറച്ച് ഫെൻസിങ് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ ടെറൈൻ അനുസരിച്ചാണ്. ചില സ്ഥലത്ത് നദികൾ വരുന്നുണ്ട്, ചില സമയത്ത് അവിടെ ബോർഡർ ഉണ്ട്, ഹില്ലി ആയിട്ടുള്ള ടെറൈൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഫോറസ്റ്റ് ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ, ആ ബോർഡർ ഏരിയയിലുള്ള പോപ്പുലേഷൻ അവിടെ ഫെൻസിങ് ചെയ്യുന്നതിനെ എതിർക്കുന്നുണ്ടാവും. കാരണം ഭൂമി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സൗത്ത് ബംഗാൾ ഫ്രോണ്ടിയർ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇച്മതി അതുപോലെ തന്നെ പത്മ റിവേഴ്സിന്റെ ഇടയിലുള്ള ഒരു സ്ട്രെച്ച് ആണ്. ആ ഒരു മേഖലയിൽ ഈ ഒരു ഫെൻസിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ റിവർ കടലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചാലഞ്ചസും ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ ഈ ഫെൻസിങ് ചെയ്യുന്നതിനെ എതിർക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പം 1975 തന്നെ ഈ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ഫെൻസിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബൗണ്ടറി ലൈനിന്റെ 150 യാർഡിന്റെ അടുത്ത് പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകളോ ആംഡ് പേഴ്സണൽസോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പെർമനന്റ് പോസ്റ്റുകളൊന്നും തന്നെ ഫൈനൽ ഡിമാർക്കേഷൻ ചെയ്യുന്നതുവരെ അലോ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 150 യാർഡുകളുടെ ഉള്ളിലാണ് ഫെൻസിങ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിന് 2 രാജ്യങ്ങളും പരസ്പരം മ്യൂച്വലി എഗ്രീഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് സെറ്റിൽമെന്റ് മാക്സിമം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കണേ. അപ്പോൾ നിലവിലുള്ള ഡിസ്പ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ BSF പറയുന്നത് വെച്ചാൽ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ്, അതായത് ബംഗ്ലാദേശിന്റെ ഈ ഒരു ബോർഡർ കീപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ഓൾറെഡി ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2024 ഓഗസ്റ്റിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ബാക്ക് ഔട്ട് ചെയ്യുകയാണ്. കാരണം അവിടെ ഗവൺമെന്റിൽ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ബാക്ക് ഔട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു പ്രശ്നത്തെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ നോക്കാവുന്നതാണ്. നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള ഈ ഒരു ബാരിക്കേഡുകൾ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഫെൻസിങ് ചെയ്യുന്നതിന് വേണം ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് നോക്കാവുന്നതാണ്. അൺഫെൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഫ്ലഡ് ലൈറ്റുകൾ ഉപയോഗിക്കാം, ക്യാമറകൾ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വലിയ പുഷ് കൊടുക്കുന്നതായിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ഒക്കെയാണ്. ഈവൻ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് പൊളിറ്റിക്കലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഫെൻസിങ് വിഷയത്തിൽ സെൻട്രൽ ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഫെൻസിങ് ചെയ്യണം എന്ന് തന്നെയാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും താല്പര്യമുള്ളത്. ഇപ്പോൾ 2 രാജ്യത്തെയും ബോർഡർ ഗാർഡുകൾ അവര് ഈ ഒരു ടോക്കുകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഇത് സ്റ്റിൽ ഡിസ്പ്യൂട്ടിന്റെ സാഹചര്യത്തിൽ തന്നെയാണുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ BSF അവരുടെ പെട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ BGP ആയിട്ട് ബംഗാൾ ഗാർഡിംഗ് ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ വരും ടോക്കുകളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു, പരിഹരിക്കപ്പെടും എന്നും നമുക്ക് കരുതാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, അതോടുകൂടിയിട്ട് അമേരിക്കയുടെ മേധാവിത്വം തകരുന്നു, അല്ലെങ്കിൽ നമ്മൾ ChatGPT ഒക്കെ തകരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോസും വാർത്തകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരും. അപ്പോൾ എന്താണ് ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്? ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഡീപ് സീക്ക് എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആണ് ഡീപ് സീക്ക് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി അവരുടെ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ LLM മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ChatGPT എന്ന് പറയുന്നതൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു ജെമിനി എന്ന് പറയുന്ന ഗൂഗിളിന്റെ ആയിക്കോട്ടെ, ഇതെല്ലാം ലാംഗ്വേജ് മോഡൽസ് ആണ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു AI ഫീൽഡിൽ കുറച്ചുകൂടി ന്യൂവർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. പക്ഷെ അവർ വളരെ വേഗത്തിൽ തന്നെ കാര്യമായിട്ടുള്ള അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടി ഒരു കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്.
ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഇവർ ചെയ്യുന്നതായിട്ടുള്ളത്. ഹൈ പെർഫോമിംഗ് മോഡൽസ് വളരെ കുറഞ്ഞ ചെലവിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ സാഹചര്യത്തിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം കുറഞ്ഞ ചെലവിൽ ഭയങ്കര പെർഫോം ചെയ്യുന്ന സംഭവം കിട്ടുന്നു വരുമ്പോൾ ആൾക്കാരൊക്കെ ഇതിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ട് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഡീപ് സീക്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള റീസണിങ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഓർത്ത് വെക്കുന്നത്. അതായത് ഓപ്പൺ എ ഐയുടെ ചാറ്റ് മായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഡീപ് സീക്ക് എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെ അവരൊരു ഓപ്പൺ സോഴ്സ് അപ്രോച്ച് ആണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ജനറേറ്റീവ് എ ഐ അൽഗോരിതംസ് മോഡൽസ് ട്രെയിനിങ് ഡീറ്റെയിൽസ് ഒക്കെ ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് കൊടുത്തത്. അതായത് ഈ കോഡ് ഫ്രീലി അവൈലബിൾ ആണ് ആൾക്കാർക്ക്. അവർക്കത് വ്യൂ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എടുത്ത് ഉപയോഗിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റിൽ എല്ലാ ആൾക്കാരും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡീപ് സീക്കിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് നോക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ചൈനീസ് ഹെഡ്ജ് ഫണ്ട് ആയിട്ടുള്ള ഹൈഫ്ലയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നല്ല ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ഫണ്ടിങ് ഉള്ളതുകൊണ്ട്, നല്ല ഫൈനാൻഷ്യൽ ബാക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ് സീക്കിനെ പറ്റുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു ഇൻകം ടാക്സ് നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ഈ ഒരു ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല, ബ്രീഫ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ടോപ്പിക്കുകളും തന്നെയാണ്. ഒന്നുകൂടി അതിന്റെ ന്യൂസും അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നതായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ 12 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് ഒഴിവാക്കുന്ന രീതിയിലാണ് വരുന്നതായിട്ടുള്ളതും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് മിഡിൽ ക്ലാസ്സിന് വലിയൊരു ബെനിഫിറ്റ് ആണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമിയിലേക്ക് കൺസംഷൻ ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് കരുതുന്നതായിട്ടുള്ളത്. അടുത്തത് ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്ലീൻ എനർജിക്ക് വേണ്ടി നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രഖ്യാപനം എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ മിനറൽ ഉണ്ട്. കൊബാൾട്ട് പൗഡർ, അതുപോലെ തന്നെ ലിഥിയം അയോൺ ബാറ്ററീസ്, ലെഡ്, സിങ്ക് തുടങ്ങിയിട്ടുള്ള 12ഓളം ക്രിട്ടിക്കൽ മിനറൽസിനെ ബേസിക് കസ്റ്റം ഡ്യൂട്ടീസ് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ്. അവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഈ ഒരു 25ഓളം ക്രിട്ടിക്കൽ മിനറലുകൾ നമ്മുടെ രാജ്യത്ത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവയെ 2024 ബജറ്റിൽ തന്നെ ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെയാണ് 12ഓളം ക്രിട്ടിക്കൽ മിനറലെ കൂടി ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ കീഴിൽ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 410 കോടിയുടെ അലോക്കേഷനും നൽകിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലീൻ എനർജി മേഖലയിൽ പ്രത്യേകിച്ചും കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ PM സൂര്യഘർ മിഷൻ എന്ന് പറയുന്ന സോളാർ പാനൽ ഇൻസ്റ്റാൾമെന്റുമായി ബന്ധപ്പെട്ട സ്കീംസ് അതിനും കൂടുതൽ അലോക്കേഷൻ നൽകിയിട്ടുണ്ട്. റിന്യൂവബിൾ എനർജിയിലേക്ക് കൂടുതൽ ഫണ്ട് അലോക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ പ്രത്യേകതയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് വ്യത്യസ്തമായിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. ഈ ഒരു കസ്റ്റംസ് ഡ്യൂട്ടീസിനെ കോമണൈസ് ചെയ്തു, അല്ലെങ്കിൽ പല മൾട്ടിപ്പിൾ കസ്റ്റംസ് ഡ്യൂട്ടീസിനെ എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിനെ ബൂസ്റ്റ് ചെയ്യാനും വാല്യൂ അഡീഷനെ ഒക്കെ എൻഹാൻസ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം, നിലവിൽ ഇനി 8 താരിഫ് റേറ്റുകൾ മാത്രമാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുക. അതിൽ 0 റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 7 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ വരും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ മിനറൽസിന് വേണ്ടിയിട്ട് കൊബാൾട്ട് പൗഡർ, അതിന്റെ വേസ്റ്റ്, സ്ക്രാപ്പ്, ലിഥിയം അയോൺ ബാറ്ററീസ്, ലെഡ്, സിങ്ക്, അതുപോലെ 12ഓളം മെറ്റീരിയൽസിനെ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കസ്റ്റം ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഉള്ള ക്യാപ്പ് ലിമിറ്റ് ഒഴിവാക്കുന്നതിനെ കുറിച്ചും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് സെക്ടറിലെ 74% ഒരു ക്യാപ്പ്, അതായത് ഒരു ഫോറിൻ കമ്പനിക്ക് 74% മാത്രമാണ് ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് 100%ലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഈ കളക്ട് ചെയ്യുന്ന പൈസ, അതായത് ഇൻഷുററായിട്ട് കളക്ട് ചെയ്യുന്ന പൈസ അത് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കമ്പനികൾക്ക് 100% വരെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പ്രൈവറ്റ് കമ്പനികൾക്ക് വന്നിട്ട് ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഷുറൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ഇൻഷുറൻസ് സെക്ടറിലേക്ക് 100% FDI വരുന്നതിന് വേണ്ടി സഹായിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീസിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും കുറഞ്ഞ പ്രീമിയത്തിൽ ആൾക്കാർക്ക് ഇൻഷുറൻസ് സ്കീമുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട
കാര്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും അതിന് കാര്യമായിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നിർമ്മല സീതാരാമൻ അവര് ന്യൂക്ലിയർ എനർജി മിഷന് വേണ്ടിയിട്ട് ഏകദേശം 20,000 കോടിയോളം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അത് 2033 കൂടിയിട്ട് ഓപ്പറേഷൻ ആവും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്തൊന്നും കാണുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അപ്പോൾ ഏകദേശം 2030 കൂടി ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അവൈലബിൾ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അറ്റോമിക് എനർജി ആക്ടിലും അതുപോലെ തന്നെ സിവിൽ ലയബിലിറ്റി ന്യൂക്ലിയർ ഡാമേജ് ആക്ടിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞുള്ളത്. പക്ഷേ ഇവ ബിൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റുകളൊന്നും വന്നിട്ടില്ല എന്നുകൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ വിവിധ സെക്ടേഴ്സിൽ എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ വാരി ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ വലിയൊരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഇൻട്രസ്റ്റ് പേയ്മെന്റുകളാണ്. അപ്പോൾ ഏകദേശം 25% അതായത് ഈ ഗവൺമെന്റിന്റെ മൊത്തം ചെലവിന്റെ 25% ചെലവുകളും ഇൻട്രസ്റ്റ് പേയ്മെന്റുകളിൽ എടുത്ത കടം തിരിച്ചടക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ +0.75% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി ട്രാൻസ്പോർട്ട് സെക്ടറിൽ നോക്കുവാണെങ്കിൽ മൊത്തം അലോക്കേറ്റ് ചെയ്തതിൽ 0.79% ഒരു കുറവ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഡിഫൻസിലും കുറവാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ പെൻഷൻസിലും കുറവാണ് കാണുന്നത്. ഹോം അഫയേഴ്സിലും കുറവാണ് കാണുന്നത്. അതേസമയത്ത് ഫുഡ് സബ്സിഡിയിലും കുറവാണ് കാണുന്നതായിട്ടുള്ളത്. റൂറൽ ഡെവലപ്മെന്റിൽ കുറച്ച് 1% അധികം വർധനവുണ്ടായിട്ട് കാണാൻ പറ്റും. ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ കുറവ് കാണുന്നുണ്ട്. ഫെർട്ടിലൈസർ സബ്സിഡിയിൽ കുറവ് കാണുന്നുണ്ട്. അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസിൽ ചെറിയൊരു വർധനവുണ്ട്. എഡ്യൂക്കേഷനിൽ ചെറിയൊരു വർധനവുണ്ട്. ഹെൽത്തിൽ വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു വർധനവുണ്ട്. അതേസമയത്ത് എനർജിയിൽ ഒരു വർധനവുണ്ട്. ഫൈനാൻസ് സെക്ടറിൽ കുറവാണ്. അർബൻ ഡെവലപ്മെന്റിൽ കുറച്ച് കൂടുതലുണ്ട്. IT ടെലികോമിൽ കുറവാണ്. സോഷ്യൽ വെൽഫെയറിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം സ്കീമുകളിലും ചെറിയ കുറവ് ഭൂരിഭാഗം സ്കീമുകളിലും കുറവ് നമുക്ക് കാണാൻ പറ്റും. വളരെ കുറഞ്ഞ സ്കീംസിൽ മാത്രമാണ് കൂടുതലായിട്ട് ഉള്ളത് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും റൂറൽ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ്, ഹെൽത്ത്, അർബൻ ഡെവലപ്മെന്റ്, എനർജി, സോഷ്യൽ വെൽഫെയർ തുടങ്ങിയിട്ടുള്ള എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകൾ നമുക്ക് ഈ ബ്ലൂ കളറിൽ കാണുന്നതിൽ കുറച്ചൊരു വർധനവ് കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ പെട്രോളിയം സബ്സിഡി കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള പൈസയും കുറച്ചിട്ടുണ്ട്. സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത കോട്ടൺ സെക്ടേഴ്സിന് വേണ്ടിയിട്ട്, ലെതർ ഫുട്വെയർ സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ സ്കീം, പ്രത്യേകിച്ചും അതിന്റെ പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഫുട്വെയർ അതുപോലെ തന്നെ ലെതർ സെക്ടറിലെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇത് ഏകദേശം 4 ലക്ഷം കോടിയിലധികം എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും എന്നൊക്കെയാണ് കരുതുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കോട്ടൺ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 5 വർഷത്തെ മിഷനാണ്. ഈ ഒരു കോട്ടൺ ഫാമിങ്ങിന് അതിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനാണ്, സസ്റ്റൈനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള സ്റ്റാപ്പിൾ കോട്ടൺ വെറൈറ്റീസ് കൃഷി ചെയ്യാനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ്. അതുവഴി കർഷകർക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, കൂടുതൽ വരുമാനം കിട്ടുക, സ്റ്റഡി സപ്ലൈ ഓഫ് കോട്ടൺ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം എന്നും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ടൺ കൾട്ടിവേഷനിൽ കുറച്ചുകൂടി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് സ്കീമുകൾ, ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം എന്ന രീതിയിൽ മിഷൻ കോട്ടന്റെ ഭാഗമായിട്ടുള്ള അനൗൺസ്മെന്റുകൾ നടത്തിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തത് ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഡിഫൻസ് സെക്ടറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തതിൽ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏകദേശം 1.8 ലക്ഷം കോടിയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു വർധനവ് മാത്രമാണ് കാണുന്നത്. ഇതിനു വേണ്ടിയുള്ള ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് പറയുന്നത് 4.65% ഇൻക്രീസ് ആണ് പ്രീവിയസ് എസ്റ്റിമേറ്റുകളിൽ നിന്ന് കമ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് സെക്ടറിന് ഒരു ചെറിയ അലോക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനും അലോക്കേഷനിൽ വർധനവ് വന്നിട്ടുണ്ട്. അതായത് ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യ കാര്യമായിട്ടുള്ള അലോക്കേഷൻ നടത്തുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നുണ്ട്. അടുത്തൊരു വാർത്ത ഗിഗ് വർക്കേഴ്സിന്
അവർക്ക് വേണ്ടിയിട്ട് ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി അല്ലെങ്കിൽ നമ്മുടെ യൂബറിന്റെ ഒക്കെ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ട്രഡീഷണൽ ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരാത്ത ആൾക്കാരെയാണ് നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരെ ഈസ്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈസ്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് സ്കീംസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഈ ഒരു സ്വിഗ്ഗി അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. അവർക്ക് കിട്ടും. അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നതിനെ സംബന്ധിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഈ ഒരു നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ, അതായത് ഗവൺമെന്റിന്റെ അസറ്റുകൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റിന്റെ കയ്യിലും ഒക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ബിൽഡിങ്ങുകളായിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, ഇത് മോണിറ്റൈസ് ചെയ്യുകയും ഗവൺമെന്റ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം 10 ലക്ഷം കോടി രൂപ ഈ ഒരു മോണിറ്റൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അത് ചിലപ്പോൾ സ്ഥലമായിരിക്കാം, ബിൽഡിങ്ങുകളായിരിക്കാം, മറ്റു ഫെസിലിറ്റികളായിരിക്കാം, അത് പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട്, ഉദാഹരണത്തിന് എയർപോർട്ടുകൾ പ്രൈവറ്റ് കമ്പനികൾക്ക് നൽകിക്കൊണ്ട് അതിന്റെ ഓപ്പറേഷനും മറ്റുമൊക്കെ അവർ നോക്കുക, ലാഭവും അവരെടുക്കുക, ഗവൺമെന്റിന് നിശ്ചിത പൈസ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അതിന്റെ ഡെവലപ്മെന്റും മറ്റുമൊക്കെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഒക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതും ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു PPP മോഡിലൂടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏകദേശം 10 ലക്ഷം കോടി രൂപയാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാർ പറയുന്നത് വെച്ചാൽ നിലവിൽ ഗവൺമെന്റ് ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നും അത് നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ രാജ്യത്തിന്റെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നൽകും എന്നുള്ളതാണ്. കാരണം ഗവൺമെന്റ് ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതേസമയത്ത് ഗവൺമെന്റിന്റെ അസറ്റുകൾ പ്രൈവറ്റിന് ചെറിയ വിലയ്ക്ക് നൽകുന്നു എന്നുള്ള വിറ്റ് ഒഴിവാക്കുന്നു എന്നുള്ള ഒരു ക്രിറ്റിസിസം ഇതിന്റെ ഭാഗത്തിൽ ഉണ്ടാവും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്തത് ഈ ഒരു ബഡ്ജറ്റിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളുകളാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് നമ്പർ കൊണ്ടുള്ള ഒരു കളി മാത്രമാണ്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അതായത് കൂടുതൽ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റെപ്പില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഉള്ള അസറ്റുകൾ വിറ്റൊഴിവാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് റവന്യൂ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും കൃത്യമായിട്ടുള്ള ഡിസ്കഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു നമ്പർ കൊണ്ടുള്ള കളി മാത്രമാണ് എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബോക്സുകളിലും ടിക്ക് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്, എല്ലാ മേഖലയും കവർ ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു മാക്രോ എക്കണോമിക് സ്ട്രെങ്ത് അത് അൺകോംപ്രമൈസ്ഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എക്കണോമിക് സർവേയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ രാജ്യം ആ ഒരു COVID-19 ലെവലിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ സ്റ്റെപ്പുകളാണ് ഈ ഒരു സ്കീമിൽ വന്നിട്ടുള്ളത്. എല്ലാ മേഖലയിലേക്കും എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഓതേഴ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അതേസമയത്ത് സോഷ്യൽ സെക്ടറിൽ ഫണ്ട് അലോക്കേഷൻ കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊരു. നമ്മൾ വികസിത് ഭാരത് എന്ന് പറയുന്ന അടിസ്ഥാന ആശയങ്ങൾ 6 പ്രിൻസിപ്പിൾസിനെ പറയുന്നുണ്ട്. സീറോ പോവർട്ടി, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, മീനിങ്ഫുൾ എംപ്ലോയ്മെന്റ്, ഇൻക്ലൂഷൻ ഓഫ് വുമൺ തുടങ്ങിയിട്ടുള്ള ഏകദേശം 6 പ്രിൻസിപ്പിൾസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 6 പ്രിൻസിപ്പിൾസ് ഹൈലൈറ്റ് ചെയ്യുന്നതിൽ അതിനെല്ലാം പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ സെക്ടർസ് മേഖലയിലേക്കുള്ള സ്പെൻഡിങ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ഡിസപ്പോയിന്റിംഗ് ആണ് എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ചും തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ MG നരേഗയിലൊക്കെ ഫണ്ടിങ് വെട്ടിക്കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നെഗറ്റീവായിട്ട് വെൽഫെയർ സ്കീമുകൾ വർദ്ധിക്കും. അതുപോലെ പോഷൻ അഭിയാൻ പോലുള്ള സ്കീമുകളിലേക്കും ഒക്കെ ഫണ്ട് വർദ്ധിപ്പിക്കേണ്ടതായിട്ട്, ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഫണ്ട് വർദ്ധിപ്പിക്കേണ്ടതായിട്ട്, പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കൺസേൺ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറും ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഒരു നെഗ്ലക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രോപ്പിനെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഫാമേഴ്സിന്റെ ഇൻകം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ കാര്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകളുടെ വർധനവും മറ്റുമൊന്നും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റെപ്പുകൾ എടുത്തില്ല. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിന് കാര്യമായിട്ടുള്ള ഒരു ബൂസ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.
അടുത്തൊരു വാർത്ത സിറ്റിസൺഷിപ്പ് ലോയുമായി ബന്ധപ്പെട്ടാണ്. ഇത് ആക്ച്വലി യു എസിലെ ട്രംപ് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ലോസിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിനെ വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. പ്രധാനമായിട്ടും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് ഇന്നത്തെ ഡിസ്കഷനിൽ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ട് ഉൾക്കൊള്ളുക. ഓൾ ദി ബെസ്റ്റ്.